ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ്. എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? നല്ല രീതിയിൽ ടാൻ അടിച്ച് മറ്റേ കരിവാളിച്ച് ഒരുമാതിരി. സാധാരണ എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് ഒന്നും വരാറില്ല കേട്ടോ. ഫുൾ കുഞ്ഞി കുഞ്ഞി പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഏതാ വൈറ്റ് ഹെഡ്സ്, ഇതാണ് മെയിനായിട്ട്. മൊത്തം വൈറ്റ് ഹെഡ്സ് ആണ് ഗൈസ്, മൊത്തം കണ്ടില്ലേ? ആക്ച്വലി ഈ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ 2 ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഒരു കോലത്തിലായത്. തിരിച്ചെത്തിയ സമയത്ത് എൻ്റെ സ്കിന്നും എൻ്റെ ഫേസും എല്ലാം ഒരു കുളമായിട്ടാണുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യണം അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇന്നൊരു പാക്ക് കാണിച്ചു തരാം. ഇത് ആക്ച്വലി വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിതിവിടെ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഈ ബൗളിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ്, ബേസൻ. അപ്പോൾ ബേസൻ നമുക്ക് ഇപ്പോൾ ഫേസ് നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കേർഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കടലപ്പൊടി ഇത്രയാണ് എടുത്തത്, അതിനൊരു പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോഫി പൗഡറാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ ബാക്കിയുള്ള കോഫി പൗഡർ. പഞ്ചസാര നമ്മളെ വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതാ ലെമൺ. ഈ ലെമണിൻ്റെ ഒരു ചെറിയ പീസ് മതിയാവും. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസാണ് കേട്ടോ എടുത്തോളൂ. ഇത് നമുക്ക് നന്നായിട്ട് ഇത് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ പിഴിഞ്ഞിങ്ങനെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു പഴയ മേക്കപ്പ് ബ്രഷാണ് ഇട്ടത്. എനിക്ക് വേറെ അപ്ലിക്കേറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേക്കപ്പ് ബ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം ഒരു തിക്നെസ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് ഇടുമ്പോൾ അതിങ്ങനെ ഒഴുകി വരും. അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ ആക്കിയെടുക്കാം. ഇത് നിങ്ങൾ സ്കിന്ന് കുറച്ച് ബ്രൈറ്റൻ ആക്കുകയും ചെയ്യും. പിന്നെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. റെഡി ആയിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഫേസിൽ എന്ത് സാധനം അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് നെക്കിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. തന്നെ ഞാൻ അതാ ഫേസ് മൊത്തം അപ്ലൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ്സ് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് ഫുള്ള് സ്ക്രബ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി അതാണ്, ഫുള്ള് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വൈറ്റ് ഹെഡ്സ് എവിടേക്കാണോ നമുക്കുള്ളത് അപ്പോൾ അവിടെ മൊത്തം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം കേട്ടോ. ഞാൻ കോട്ടൺ പാഡ് വെച്ചിട്ട് അത് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് ഒന്നാകെ വാഷ് ചെയ്യുകയും ചെയ്യാം. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ആൻഡ് ഗ്ലോ ആണ് കേട്ടോ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ ഫേസ് ആദ്യം ഇങ്ങനെ ആയിരുന്നു, പിന്നെ ഇതിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കത് യൂസ് ചെയ്ത് അപ്പം തന്നെ ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ, എന്തായാലും കിട്ടും. കാരണം നിങ്ങളിപ്പോൾ ഫേസ് കണ്ടോ എൻ്റെ നല്ലൊരു ഗ്ലോ പിന്നെ ബ്രൈറ്റ്നെസ്സും കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി വന്നാൽ അപ്പം തന്നെ ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാതും ഞാൻ ഈ പാക്ക് പ്രിപ്പയർ ചെയ്തത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.